കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല ദിവസം സന്ധ്യ കഴിഞ്ഞ സമയം വാഴ്ത്തപ്പെടട്ടെ. ഈ വൈകിട്ട് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗസ്വനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല അവസരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗ്രേസ് ടി വിയിലൂടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ ഈ രാത്രി ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു പകലും മുഴുവൻ കർത്താവ് നമ്മളെ സൂക്ഷിച്ചല്ലോ. ഓരോ ദിവസവും അത്ഭുതകരമായി അതിശയകരമായി കർത്താവ് നമ്മളെ വഴി നടത്തുന്ന ആ നല്ല കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത്, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഈ ദിവസം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആരോഗ്യം നൽകി തന്ന്, ആയുഷ് നൽകി തന്ന്, ദൈവത്തിൻ്റെ കൃപ തന്ന് ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരല്പം മിനിറ്റുകൾ ദൈവവചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. ഈ രാത്രിയിലെ സവിസ്തരമായ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വാക്യം ദൈവസന്നിധാനത്തിൽ നമുക്ക് വായിക്കാം. ഞാൻ ആ വാക്യം നിങ്ങളുടെ മധ്യത്തിൽ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് അടുത്ത ചില മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് ചെറിയ ഒരു സന്ദേശം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് ആ വാക്യം: ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് പൗലോസ് റോമിലെ പ്രിയപ്പെട്ടവർക്ക് എഴുതിയ റോമാലേഖനം. ഒത്തിരി ആത്മീക ചിന്തകളും ഒത്തിരി പുതുനിയമത്തിലെ ആഴമേറിയ സന്ദേശങ്ങളും അടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിലെ വളരെ മനോഹരമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ ഇവിടെ വായിച്ചത്. ഇങ്ങനെയാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മുടെ കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ ആ സ്ഥാനത്ത് ആര് പ്രതികൂലമായി വന്നാലും അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന ഒരു ധ്വനിയാണ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ലോകത്തിലുള്ള പ്രിയപ്പെട്ടവർ മുഴുവൻ നമുക്ക് അനുകൂലമാണെങ്കിലും, നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ ചാർച്ചക്കാരും നമ്മുടെ പ്രിയപ്പെട്ടവരും സ്നേഹിതന്മാരും എല്ലാവരും നമുക്ക് അനുകൂലമാണെങ്കിലും, ദൈവം പ്രതികൂലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം, ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമായി നിന്നിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം പ്രതികൂലമായാലും നമ്മൾ അതിനകത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം, പ്രതികൂലമായി നിൽക്കുന്നവരെ അനുകൂലമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ പ്രതികൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗസ്വനായ കർത്താവ് അനുകൂലമാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, പ്രതികൂലമായി നിൽക്കുന്ന ആളുകൾ നിങ്ങളെ ജയിക്കത്തില്ല. കാര്യം, അവരെക്കാൾ ശക്തിയും അവരെക്കാൾ പ്രതാപവും അവരെക്കാൾ വലിയവനുമായ കർത്താവ് നമുക്ക് അനുകൂലമായതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പൊ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തെ അനുകൂലമാക്കി നിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചിന്ത, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ അനുകൂലമാക്കി നിർത്തുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചേ, സ്തോത്രം. പലപ്പോഴും ദൈവം നമുക്ക് അക്ഷരീകമായി അനുകൂലമാകാറുണ്ട്. പക്ഷെ ദൈവമായ കർത്താവ് ചിലരിലൂടെ, ചില വ്യക്തികളിലൂടെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളുമുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ ഒരു സാഹചര്യത്തെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എൻ്റെ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു വാക്യം നമുക്ക് അതിനാധാരമായി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. ഇനി ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം: വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്ഥ്യയിലെ യോസഫ് വന്നു.
ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. യോസഫ് വന്നു. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വൈകുന്നേരമായപ്പോൾ ജോസഫ് വന്നു. ഈ രണ്ട് വാക്യങ്ങളിൽ നമുക്ക് പ്രധാനമായും ഒരു പശ്ചാത്തലമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ഏതാണ്ട് 2026 വർഷങ്ങൾക്ക് മുൻപ് ഈ താണഭൂമിയിൽ വന്നിറങ്ങി വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച് 33 തിരുവയസ്സ് വരെ ഊഷരഭൂമിയിൽ ജീവിച്ചു. ഒടുവിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്റെ മരണം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ആ അവസാന മിനിറ്റുകളിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഗത്സമന തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ എത്തിയ ശേഷം ഒരു സ്ഥലത്ത് തന്റെ ശിഷ്യന്മാരെ ഇരുത്തിയ ശേഷം ഒരു കല്ലേറ് ദൂരത്തോളം മുൻപോട്ട് ചെന്ന് തന്റെ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മഹാപുരോഹിതന്മാരും ചേവകരും, സ്തോത്രം, യൂതയും ഹല്ലേലൂയ ജനങ്ങളും വലിയൊരു പുരുഷാരവുമുള്ള ഒരു കൂട്ടം ആളുകൾ യേശുവിനെതിരെ വന്നു. യൂത ഒരു ചുംബനം കൊണ്ട് നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അവർ അവനെ പിടിച്ചു. പല മതകോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. എങ്കിൽ പോലും നമ്മുടെ കർത്താവിൽ ഒരു തെറ്റോ കുറ്റമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീനെന്ന് പീലാത്തോസ് പറഞ്ഞു. അവർ അവനെ, സ്തോത്രം, അവൻ ധരിച്ചിരുന്ന മേലങ്കി നീക്കി, സ്തോത്രം, ഹല്ലേലൂയ, ഗബദയിലേക്ക്, കൽത്തളത്തിലേക്ക് അവനെ അടിക്കുവാൻ ഏൽപ്പിച്ചു. ഒന്നുകുറെ 39 അടികൾ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. അതിനുശേഷം ഒരു മുൾക്കിരീടധാരിയായി യെരുശലേമിന്റെ തെരുവീതിയിലൂടെ ഭാരമേറിയൊരു ക്രൂശുമായി ഗോൽഗോഥ എന്ന മലയുടെ മുകളിലേക്ക് നടന്നു കയറുന്ന നമ്മുടെ പ്രാണനാഥൻ. സ്തോത്രം. ആ മലയുടെ മുകളിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആ ക്രൂശിന് മേൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി 3 ആണി കൊണ്ട് ക്രൂശിച്ചു. സ്തോത്രം. എന്നിട്ട് മെല്ലെ ക്രൂശ് ഉയർത്തി ആകാശത്തിന് ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ അവർ ഉയർത്തി ക്രൂശിച്ചു. ഒത്തിരി വാക്യങ്ങൾ എനിക്ക് അതിനകത്തൊന്ന് വായിക്കാനുണ്ടെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ക്രൂശീകരണ സമയത്ത് അതുവഴി പോകുന്നവർ യേശു ക്രിസ്തുവിനെ നിന്ദിച്ചു. ഹല്ലേലൂയ. യഹൂദന്മാര് നിന്ദിച്ചു. സ്തോത്രം. ശതാധിപൻ അതുപോലെയുള്ള മറ്റു ആളുകൾ യേശുക്രിസ്തുവിനെ നിന്ദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഒരു റോമൻ പടയാളി കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, രക്തവും വെള്ളവും ചാടി. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി സംഭവങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. കേൾക്കണമേ. ക്രൂശീകരണം കഴിഞ്ഞു. ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ടു. 6 മണിക്കൂർ പിന്നിട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ് മർക്കോസിന്റെ സുവിശേഷം, വൈകുന്നേരമായപ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പദമാണ്, വൈകുന്നേരമായപ്പോൾ. എന്താണ് വൈകുന്നേരത്തിന്റെ പ്രത്യേകത? ഒരു പകലിന്റെ അവസാനമാണ് വൈകുന്നേരം. സ്തോത്രം. പകലിലുള്ള പ്രവർത്തനങ്ങളുടെ സമയം കഴിയുന്നതാണ് വൈകുന്നേരം. മനുഷ്യന്റെ പ്രയത്നങ്ങൾ അവസാനിക്കുന്ന സമയമാണ് വൈകുന്നേരം. രാത്രിയിലേക്ക് കടക്കുന്ന ഒരു കവാടമാണ് വൈകുന്നേരം. സ്തോത്രം. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് വന്നു. സ്തോത്രം. നമ്മുടെ വാക്യം മറക്കരുത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. വൈകുന്നേരമായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് വന്നു. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ജീവിതത്തിലെ വൈകുന്നേരത്ത് നിൽക്കുന്നവരാണോ നിങ്ങൾ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു പകല് മുഴുവൻ അധ്വാനിച്ചു, ഒരു പകല് മുഴുവൻ കരഞ്ഞു, ഒരു പകല് മുഴുവൻ പ്രാർത്ഥിച്ചു, ഒരു പകല് മുഴുവൻ ഉപവസിച്ചു, ഒരു പകല് മുഴുവൻ ദൈവമുഖത്തേക്ക് നോക്കി, മറുപടിയില്ല. ഹല്ലേലൂയ. റിപ്ലൈ കിട്ടുന്നില്ല. ദൈവത്തിങ്കൽ നിന്ന് ഒരു സന്ദേശവും നമുക്ക് കിട്ടുന്നില്ല. ദൈവത്തിങ്കൽ നിന്ന് ഒരു ഇടപെടലും നമുക്ക് കിട്ടുന്നില്ല. ജീവിതത്തിലെ സായാഹ്നത്തിലേക്ക് അടുത്ത ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളോടാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത്. എന്താണെന്നറിയാമോ? വൈകുന്നേരമായപ്പോൾ യോസഫ് വന്നു. കേട്ടോണേ. സ്തോത്രം. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യമാണ്. അതിങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് വന്നു. ഇനി സ്തോത്രം. ഹല്ലേലൂയ. 23-ാമത്തെ അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കൂടെ ഒരു വാക്യമുണ്ട്, അവൻ നല്ലവനാണ്, നീതിമാനാണ്, ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനാണ്. ഇനി കേട്ടോണേ, അടുത്ത പദം ഇങ്ങനെയാ, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ
റോമാക്കാര് ചെയ്തതിനും യേശുവിനെതിരെ റോമാക്കാര് ചെയ്തതിനും, ഹല്ലേലൂയ, പുരുഷാരം ചെയ്തതിനും അതുപോലെ പടയാളികൾ ചെയ്തതിനൊന്നും അനുകൂലമല്ലായിരുന്നു ആര്? അരിമത്യക്കാരനായ യോസഫ് അപ്പുറത്ത് അനുകൂലമല്ലാഞ്ഞത് കൊണ്ട് ഇപ്പുറത്ത് യേശുവിന് അനുകൂലമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, യേശുവിന്റെ ശരീരം ഇപ്പോൾ 6-7 മണിക്കൂർ കൊണ്ട് ക്രൂശിൽ കിടക്കുകയാണ്. സന്ധിക്ക് മുൻപേ യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് താഴെ ഇറക്കണം. ഹല്ലേലൂയ. വചനം, വാഗ്ദത്തം യേശുവിനോട് പറഞ്ഞത് നിറവേറണമെങ്കിൽ ഹല്ലേലൂയ, ശരീരം ക്രൂശിൽ നിന്ന് താഴെ ഇറക്കണം. അങ്ങനെങ്കിൽ മാത്രമേ യേശുവിനോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറത്തുള്ളൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഒരുപാട് പേര് ആ ക്രൂശിന്റെ ചൂട്ടിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. യേശുവിന് അനുകൂലമായിട്ട് ഒരു വ്യക്തി പോലും വന്നില്ല. പക്ഷെ വൈകുന്നേരമായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് അനുകൂലമായി വന്നു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കി, ഹല്ലേലൂയ, തന്റെ കല്ലറ വിട്ടുകൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ ദൂത് പറയട്ടെ, നിനക്ക് അനുകൂലമായ ഒരുവൻ വരുന്നുണ്ട്. ജീവിതത്തിലെ വൈകുന്നേരത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം, ഹല്ലേലൂയ, ഇന്നലകളിൽ ഹല്ലേലൂയ പ്രതികൂലമായ ഒത്തിരി പേര് നിന്റെ ജീവിതത്തിൽ വന്നേക്കാം. ഇന്നലകളിൽ പ്രതികൂലമായ ഒത്തിരി പേര് നിന്റെ കുടുംബത്തിനകത്ത് കണ്ടേക്കാം. പക്ഷെ ഈ വൈകിട്ട് ഞാൻ നിങ്ങളോട് ആത്മാവിലൊരു സന്ദേശം പറയാം, അനുകൂലമായ ഒരാൾ വരുന്നുണ്ട്. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, എനിക്ക് അനുകൂലമായവൻ വരുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് അനുകൂലമായവൻ വരുന്നുണ്ട്, എൻ്റെ തലമുറയ്ക്ക് അനുകൂലമായവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ വന്നാലുണ്ടല്ലോ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാ, ഹല്ലേലൂയ, ആ ക്രൂശിന്റെ മേൽ കിടന്നപ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചില്ല, കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. വഴിയെ പോകുമ്പോൾ അവനെ അപമാനിച്ചു. ഒരു പകല് നീ കുത്തേറ്റത്, ഹല്ലേലൂയ, പകലൊരു വെയിലത്ത് നീ കടന്നത്, നിന്നെ നിന്ദിച്ചത്, നിന്നെ അപമാനിച്ചത്, വൈകുന്നേരമാകുമ്പോൾ അതിനൊരു വിടുതൽ, അതിനൊരു മറുപടി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, കരം മാറോട് ചേർത്തിട്ട് പറ, എനിക്ക് അനുകൂലമായ ഒരുവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ആളുകളൊക്കെ എനിക്ക് പ്രതികൂലമാകും, എൻ്റെ ഭർത്താവ് എനിക്ക് പ്രതികൂലമാകും, എൻ്റെ മക്കൾ എനിക്ക് പ്രതികൂലമാകും, എൻ്റെ ഭാര്യ എനിക്ക് പ്രതികൂലമാകും, എൻ്റെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ഒക്കെ എനിക്ക് പ്രതികൂലമാകും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, അനുകൂലമായ ഒരുവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. അനുകൂലമായ ഒരുവൻ വരുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. നിന്റെ വിഷയത്തിന്റെ മേൽ ജയമെടുക്കാൻ വേണ്ടി, നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു നീക്കുപോക്ക് കൽപ്പിക്കാൻ വേണ്ടി, ഇന്നലകളിൽ അപമാനിക്കപ്പെട്ടത്, ഇന്നലകളിൽ നിന്നെ മാറ്റി നിർത്തിയിടത്ത്, ഇന്നലകളിൽ നീ നിന്ദിക്കപ്പെട്ട ഇടത്ത്, ഇന്നലകളിൽ നീ കുത്തേറ്റ ഇടത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നലകളിൽ നിന്നെ അപമാനിച്ച ഇടത്ത് മാറ്റി നിർത്തിയവരുടെ നടുവിൽ ഒരുവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ജയാളിയായ ഒരുവൻ, അനുകൂലമായ ഒരുവൻ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ദൈവം നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആര് പ്രതികൂലം നിന്നാലും, റോമൻ പടയാളികളെ, നീ പ്രതികൂലം നിന്നാലും ഒരുവൻ വരുന്നുണ്ട്, അനുകൂലമായ ഒരുവൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്ക്, ഈ വചനത്തിന് മുൻപിൽ ഒന്ന് സമർപ്പിക്ക്. എന്നിട്ട് കർത്താവിനോട് പറ, അനുകൂലമായവൻ എത്രയും വേഗം വരാൻ, എൻ്റെ കുടുംബത്തിനകത്തേക്ക്, എൻ്റെ തലമുറയ്ക്കകത്തേക്ക് അനുകൂലമായവൻ എത്രയും വേഗത്തിൽ വെളിപ്പെടുവാൻ. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവരുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അനുകൂലമായവൻ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അനുകൂലമായവൻ വെളിപ്പെട്ടു വന്നതുകൊണ്ടല്ലേ ഹല്ലേലൂയ അടുത്ത 3 ദിവസം കല്ലറയ്ക്കകത്തേക്ക് യേശു ഇരുന്നു. 3-ാമത്തെ ദിവസം എന്ത് ചെയ്തു? പാതാളത്തിന്റെയും മരണത്തിന്റെയും ശക്തിയെ ഹല്ലേലൂയ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലേ? അപ്പൊ അങ്ങനെങ്കിൽ ഇന്ന് രാത്രി പറയാം, നിനക്കൊരു ഉയർപ്പുണ്ടെന്നേ. ആര് പറഞ്ഞു നിനക്ക് ഉയർപ്പില്ലെന്ന്? ആര് പറഞ്ഞു ഇനി നിന്റെ കുടുംബം കേറി വരത്തില്ലെന്ന്? ആര് പറഞ്ഞു നിന്റെ തലമുറ സ്വസ്ഥത അനുഭവിക്കത്തില്ലെന്ന്? ഇന്ന് രാത്രി ഹല്ലേലൂയ അതിനെയൊക്കെ നോക്കി പറയണം, ഹല്ലേലൂയ അനുകൂലമായ ഒരുവൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്റെ സന്ദേശം അവസാനിപ്പിക്കാം. നിന്റെ കുടുംബത്തിനകത്ത് അനുകൂലമായവൻ വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ വരെ ആളുകൾ പ്രതികൂലമായിരിക്കും, ഇന്നലെ വരെ നീ കേട്ട വാക്കുകൾ പ്രതികൂലത്തിന്റെ വാക്കുകളായിരിക്കും, ഇന്നലെ വരെ നീ കടന്നുപോയ സാഹചര്യം പ്രതികൂലത്തിന്റെ സാഹചര്യമായിരിക്കും.
ഇന്നലെ വരെ നിന്റെ തലമുറ കടന്നുപോയത് പ്രതികൂലത്തിന്റെ സാഹചര്യമായിരിക്കും, രോഗത്തിന്റെ സാഹചര്യമായിരിക്കും, നഷ്ടത്തിന്റെ സാഹചര്യമായിരിക്കും, സാമ്പത്തിക തകർച്ചയുടെ സാഹചര്യമായിരിക്കും. ഇന്നലെ വരെ നീ കടന്നുപോയത് കടത്തിന്റെ സാഹചര്യമായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, അനുകൂലമായവൻ വരുന്നുണ്ട്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യേശു ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം ആ ക്രൂശിന്റെ മേൽ നിന്ന് ഹല്ലേലൂയ ഇറക്കാൻ വേണ്ടി കർത്താവ് ഒരു അനുകൂലമായവനെ കണ്ടുവച്ചതുപോലെ ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ കരകയറ്റി വിടാൻ, റിഖമന ശംദനാദിയാന നിന്റെ തലമുറയെ കരകയറ്റി വിടാൻ, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ, യേശുവിന്റെ നാമത്തിൽ നിന്നെ ദൈവസന്നിധിയിൽ ഒന്ന് കരം പിടിച്ചുയർത്തുവാൻ. ഹല്ലേലൂയ 100 പേര് പ്രതികൂലമായി നിന്നാലും അതിന്റെ നടുവിൽ അനുകൂലമായ ഒരുവൻ ഹല്ലേലൂയ വരുന്നുണ്ട്. സ്വർഗം അവനെ കരുതിയിട്ടുണ്ട്. ഒത്തിരി നാള് ചീഞ്ഞ് നാറാൻ കർത്താവ് ഇടവരുത്തത്തില്ല. ഒരുപാട് നേരം ആ വെയിലത്ത് കിടക്കാൻ ദൈവമായ കർത്താവ് അനുവദിക്കത്തില്ല. ഒരുപാട് പേരുടെ കുത്തേൽക്കാൻ ദൈവമായ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും, നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്ന സമയമാകുമ്പോഴേക്കും അനുകൂലമായവൻ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അനുകൂലമായവൻ നിങ്ങളുടെ വീടിനകത്തേക്ക്, അനുകൂലമായവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക്, അനുകൂലമായവൻ നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾക്ക്, അനുകൂലമായവൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.